ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗ സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡ് പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നാളത്തെ പ്രൊമോയില് കാണിക്കണത് വേറൊന്നും അല്ല, നമ്മുടെ സരയു ആണെന്നുണ്ടെങ്കിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കിരണിന്റെ മുമ്പില്. സരയു കിരണിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, കുഞ്ഞിനെ വേണമെങ്കിലും മനോഹരനെ കാണിച്ചോ, ഇനി ഞാൻ അതിന് എതിർപ്പൊന്നും പറയില്ല, എല്ലാം നിങ്ങളുടെ ഇഷ്ടം എന്ന് പറയാണ്. സരയു, നിന്റെ ഈ മാറ്റമായിരുന്നു ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചത്. പക്ഷെ കിരണെ, മനോഹരനെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ എന്നോട് പറയല്ലേ, അതിനെ ഞാൻ നിന്നെ നിർബന്ധിക്കില്ലടി. നിനക്കിപ്പോ ഇത്രയും മാറ്റമുണ്ടല്ലോ, നാളൊരു സമയത്ത് നീ മനോഹരൻ നല്ല മനസ്സ് മനസ്സിലാക്കി നീ സ്നേഹിക്കാണ്ടെങ്കിൽ അതെന്നെ വലിയ കാര്യം. ഏതായാലും കുഞ്ഞിനെ അംഗീകരിക്കാൻ നീ മനോഹരനെ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി നീ സമ്മതിച്ചല്ലോ, അതെന്നെ വലിയ കാര്യം എന്നൊക്കെ കിരൺ പറയാനടാ. നീയൊക്കെ പറഞ്ഞ ഞാൻ എങ്ങനെയാണ് അനുസരിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സരയു അവിടെ നിന്ന് പോകുന്നുണ്ട്. കിരണിനും ഭയങ്കര സന്തോഷവും സമാധാനമൊക്കെ ആവട്ടോ. അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോ സരയു മനസ്സ് വിചാരിക്കുകയാണ്, അവൻ എന്റെ മോളെ എന്റെ കുഞ്ഞിനെയാണെന്നുണ്ടെങ്കിൽ മനോഹരനെ കാണിക്കാൻ പോയിരിക്കുന്നു. എന്നിട്ട് മനോഹരന്റെ പേര് കുഞ്ഞിന്റെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് സ്കൂളിലൊക്കെ കൊടുക്കാൻ വേണ്ടി അവൻ ഇപ്പൊ പറയണത്. കുറച്ചു നാൾ മുമ്പ് വരെ അവൻ പറഞ്ഞത് എന്താണ്, കൊച്ചിന്റെ അച്ഛന്റെ സ്ഥാനത്ത് അവൻ നിന്നോളാം. എത്ര പെട്ടെന്ന് അവന്റെ സ്വഭാവം മാറിയത്. ഇതിനെല്ലാത്തിനും കാരണം ആ കല്യാണിയാണ്. അവൾക്ക് ഇഷ്ടം ഉണ്ടായിട്ടുണ്ടാവില്ല കൺമണി മോളുടെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് കിരണിന്റെ പേര് ചേർക്കാനായിട്ട്. അതുകൊണ്ടിട്ടായിരിക്കും അവള് മനഃപൂർവ്വം കിരൺ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു പഠിപ്പിച്ചത്. പാവം എന്റെ കിരണ കള്ളത്തരങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ, കല്യാണിനെ അമിതമായിട്ട് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അവൻ അതിൽ വീണ് പോവാണ്. കല്യാണി, ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ ഞാൻ കിരണിന്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുവടി. അതോടുകൂടി തന്നെ തീരും നീ എല്ലാം. മുമ്പത്തെ പോലെ മുണ്ടു മുറുക്കി കുത്തിയിട്ട് നിനക്ക് വിശപ്പടക്കേണ്ടി വരുന്ന ഒരു സമയം വരുവോടി. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആവോടി. ഞാൻ പഴയ പോലെ ഈ കമ്പനിയുടെ ഉടമയും കിരണിന്റെ ഭാര്യയായിട്ടൊക്കെ ഞാൻ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സരയു അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോകുവാട്ടോ. അപ്പൊ സരയുവിന്റെ പെരുമാറ്റത്തിലും അതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങളിലൊക്കെ രതീഷിന് നല്ല സംശയമുണ്ട്. രതീഷ് കിരണിന്റെ അടുത്തേക്ക് ഒന്ന് ചോദിക്കണ്ടേ, അല്ല സാറേ സരയു ഇപ്പൊ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ, അതൊരു ഗുഡ് ന്യൂസ് ആണ്. ഗുഡ് ന്യൂസോ? അതെ, അവളെ കുഞ്ഞിനെ മനോഹരനെ കാണിക്കാൻ വേണ്ടി സമ്മതിച്ചു. സരയു അങ്ങനെ പെട്ടെന്ന് സമ്മതിക്കുന്ന ഒരാളല്ലല്ലോ സാറേ. എടാ, അവൾക്കും മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, അവൾക്കും തോന്നിക്കാണും. പിന്നെ എല്ലാവരും മാറി മാറി പറയല്ലേ, പിന്നെ കൂടുതലും ഞാനും കല്യാണി കൂടി പറയുന്നത് കൊണ്ട് അവൾ ഇതൊക്കെ സമ്മതിച്ചത്. സാറേ, എനിക്ക് സാറിനോട് എല്ലാ കാര്യത്തിലും അഭിപ്രായവും ഒരുപോലത്തെ അഭിപ്രായമാണ്. സാറിന്റെ അഭിപ്രായത്തോട് ഞാൻ 100% യോജിക്കുകയും ചെയ്യും. സാറിന്റെ മാത്രമല്ല കല്യാണിയുടെ അഭിപ്രായത്തോടും. പക്ഷെ ഈ സരയുവിന്റെ കാര്യത്തിൽ മാത്രം എനിക്കൊട്ടും വിശ്വാസമില്ല സാറേ എന്ന് പറയാണ്. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? ബാക്കി എല്ലാവരുടെ മാറ്റത്തിലും നിനക്ക് സന്തോഷമുണ്ട്, നിനക്ക് വിശ്വാസമുണ്ട്. സരയുവിന്റെ കാര്യത്തിൽ മാത്രം എന്താണ് നിനക്ക് ഇങ്ങനെ വിശ്വാസമില്ലാത്തത്? അത് സാറ് വിചാരിക്കുന്ന പോലെയൊന്നും അല്ല അവള് മനസ്സിൽ പക വളർത്തി വരുന്നൊരു പെണ്ണാണ്. എനിക്ക് അത്ര മാത്രമേ അറിയുള്ളൂ. അവളെ കാണിക്കുന്ന മാറ്റമൊക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് രതീഷ് പറയുന്നുണ്ട്. അപ്പൊ കിരണും അതിനെ കുറിച്ച് ആലോചിക്കണ്ടേ. രതീഷിന്റെ തോന്നലായിരിക്കും, അത്രമാത്രം ഒരു ദുഷ്ട സ്വഭാവം ആയിരുന്നല്ലോ സരയുവിന്റെ, അതുകൊണ്ട് തോന്നണതായിരിക്കും എന്ന് കിരണും വിചാരിക്കുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന കാർത്തികനെയും ലക്ഷ്മി അമ്മേനെയാണ്. കാർത്തിക ലക്ഷ്മി അമ്മയടുത്ത് പറയേണ്ട, അമ്മേ, നമ്മൾ കേരളത്തിലേക്ക് വന്നത് നമ്മളെ സംരക്ഷിച്ചു നിർത്താനും നമ്മളെ ചേർത്ത് പിടിക്കാനും നമ്മളെ സ്നേഹിക്കാനും നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ്. നമ്മുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി കൂടിയിട്ടാണ് നമ്മൾ കേരളത്തിലേക്ക് വന്നത്. പക്ഷെ നമ്മൾ ഇവിടെ വന്നത് കാരണം ഒരുപാട് പേർക്ക് പല പല നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടമ്മേ. കിരണിനും കല്യാണിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായത്, കല്യാണിയുടെ കാര്യം പറയണ്ടല്ലോ, അവൾക്ക് അവളുടെ അമ്മേനെ തന്നെയാ നഷ്ടമായത്. കിരണിനും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോടതിയിൽ വരെ കയറേണ്ടി വന്നു, ജയിലിൽ കിടക്കേണ്ടി വന്നു, കിരണിന കൊല്ലേണ്ടി വന്നു എന്നൊക്കെ പറയാണ്. പിന്നെ നമുക്ക് ഒരു പരിചയമില്ലാത്തത് മനോഹർ വരെ നമുക്ക് വേണ്ടി ഗംഗപ്രസാദിനെ കൊന്നു. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ നാട്ടിലുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ ചെയ്തിട്ടുണ്ടമ്മേ. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നത് നമ്മൾ അവരെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന്. അമ്മേ, ഇപ്പൊ എന്തായാലും ഗംഗ മരിച്ചില്ലേ, നമുക്ക് തിരിച്ച് തമിഴ്നാട്ടിലേക്ക് പോയാലോ? ഞാൻ ദിലീപേട്ടനോട് ഇതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ദിലീപേട്ടന് വലിയ കുഴപ്പമൊന്നുമില്ല, ദിലീപേട്ടന്റെ അമ്മക്കും കുഴപ്പമില്ല. ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് മോളെ. ശരിയാ മോള് പറഞ്ഞത്. നമ്മൾ കാരണം ഒരുപാട് പേര് ഒരുപാട് സഹിക്കുന്നുണ്ട്, ക്ഷമിക്കുന്നുണ്ട്, ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. നമ്മളിവിടുന്ന് പോവാണെന്ന് പറഞ്ഞാൽ അവർക്ക് അത് സഹിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷെ നമ്മളിവിടുന്ന് പോണത് തന്നെയാണ് മോളെ നല്ലതെന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ തമിഴ്നാട് കടന്ന് സ്റ്റെഫി നമ്മൾ അപായപ്പെടുത്താൻ വേണ്ടി വരത്തൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോവാൻ മോളെ എന്ന് ലക്ഷ്മി അമ്മയും പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ കാർത്തികയാണെന്നുണ്ടെങ്കിൽ കല്യാണി എടുത്ത് പറയുന്നുണ്ടോ, കല്യാണി, ഞങ്ങൾ ഇവിടുന്ന് പോയാലോന്ന് ആലോചിക്കുകയാണ്. ഞങ്ങൾ ഈ ഗംഗപ്രസാദിനെ പേടിച്ചിട്ടാണ് ഈ നാട്ടിലേക്ക് വന്നത്. ഞങ്ങളുടെ നാട് തമിഴ്നാടാണല്ലോ, ഞങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ പോയാലോ എന്ന് ആലോചിക്കുകയാണ്. ഇത് കേൾക്കണ കല്യാണി, ഇപ്പൊ നിങ്ങളുടെ ഉദ്ദേശം അതായോ? എന്തായാലും ഞാൻ കിരണിനടുത്തൊന്ന് പറയട്ടെ, എന്നിട്ട് ഞാൻ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ അവിടെ വന്ന് പറയാം എന്ന് പറയാം. അപ്പൊ ഫോണിലാട്ടോ സംസാരിക്കണത്. അങ്ങനെ കിരൺ തിരിച്ചു വരുമ്പോഴേക്കും കല്യാണി, ലക്ഷ്മി അമ്മയും അതുപോലെ തന്നെ കാർത്തിയെ കൂടി ഫോണിൽ വിളിച്ച് പറഞ്ഞ ഈ കാര്യം കിരണിനോട് പറയാം.
പറയാട്ടോ, കിരണേട്ട അവർക്കിപ്പോ തമിഴ്നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നാണ് പറയുന്നത്, ചെന്നൈയിലേക്ക് തിരിച്ചു പോകണമെന്നാണ് പറയുന്നത്. ഗംഗപ്രസാദിനെ പേടിച്ചിട്ടാണല്ലോ അവരിവിടെ വന്നത്, അതുകൊണ്ട് ഇനിയിപ്പോ ഗംഗപ്രസാദിലല്ലോ അപ്പൊ തിരിച്ചു പോണോന്ന് കിരണേട്ട അവര്. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് എന്ന് കല്യാണി ചോദിക്കുമ്പോ കിരൺ പറയട്ടെ, അവര് തിരിച്ചു പോണെന്ന് പറയുന്ന കാരണം കല്യാണി നിനക്ക് മനസ്സിലായില്ലേ, വേറൊന്നുമല്ല കല്യാണി, അവര് കാരണം നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായെന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ നന്നായിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ സ്റ്റെഫിയുടെ ഗുണ്ടകള്, ഗംഗപ്രസാദിന്റെ ഫ്രണ്ട്സുകള്, അങ്ങനത്തെ പല ആളുകളും ചേർന്നിട്ട് നമ്മൾ അപായപ്പെടുത്തോ എന്നൊരു പേടി അവരുടെ ഉള്ളിലുണ്ട്. അവര് കാരണം ഇത്രയും ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായെന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും അവര് പോണോന്ന് പറയണത്. അവരുടെ മനസ്സിൽ ഇപ്പോ അടുത്ത ശത്രു എന്ന് പറയുന്നത് സ്റ്റെഫിയാണ്. സ്റ്റെഫി എന്നാലും ജീവനോട് ഉള്ളിടത്തോളം കാലം നമുക്ക് അവരെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടി സാധിക്കില്ല. കല്യാണി, ഞാൻ നിനക്ക് വാക്ക് തരാണ്, സ്റ്റെഫി എന്ന് പറഞ്ഞവളുടെ മരണം മിക്കവാറും എന്റെ കൈ കൊണ്ട് തന്നെയായിരിക്കും എന്ന് കിരൺ പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ സ്റ്റെഫി 2-3 ഗുണ്ടകളായിട്ട് ബൈക്കില് കിരണിന്റെ വീടിന്റെ മുമ്പിലേക്ക് എത്തുകട്ടോ. എന്നിട്ട് അവിടുന്ന് മതില് ചാടിട്ട് കിരണിന്റെ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് എത്താണ്. അപ്പൊ കല്യാണി പറയണ്ട്, സ്റ്റെഫി അവര് വല്ലാത്തൊരു ജന്മം തന്നെ ഇല്ലേ കിരണേട്ട? കിരൺ പറയണ്ട്, എങ്ങനെ അങ്ങനെ ആവാതിരിക്കും, അവന്റെ കൂടെ ആയിരുന്നില്ല കൂട്ട്, ഗംഗപ്രസാദിന്റെ കൂടെ, അവന്റെ കൂടെ കൂട്ടുകൂടിയ പിന്നെ അവളും അങ്ങനെ തന്നെയായി എന്ന് പറയണം. പക്ഷെ അവൾ ഇതുപോലെ എങ്ങാനും ഉപദ്രവിക്കാൻ വേണ്ടി വരുവാണെങ്കിൽ കല്യാണി നോക്കിക്കോ, അവളെ ഞാൻ ഒരാള് പോലും അറിയാതെ നേരെ വേലൂര് ഊരിലേക്ക് കൊണ്ടുപോകും. രാഹുലിന്റെ അതേ വിധി തന്നെയായിരിക്കും അവൾക്ക് ഉണ്ടാവുന്നത്. അവളൊരു പെണ്ണായതുകൊണ്ട് മാത്രമാണ് ഇത്രയും ക്ഷമിച്ചും സഹിച്ചും ഞാൻ നിൽക്കണത്. പക്ഷെ ഞാൻ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും അപകടം വരുത്താൻ വേണ്ടി അവള് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവൾ ഇല്ലാതാക്കാനും എനിക്കൊരു മടിയില്ല കല്യാണി എന്ന് പറയാണ്. കല്യാണി പറയട്ടെ, വേണ്ട കിരണേട്ടാ, ഒരു പെണ്ണിനെ കൊല്ലേണ്ടത് കിരണേട്ടനാവരുത്, അത് ഞാൻ തന്നെ ചെയ്തോളാം. അവൾ ഇവിടെ എങ്ങാനും വന്ന് വലിയ ഇത് പറയുകയാണെങ്കിൽ അവളെ തീർച്ചയായിട്ടും ഞാൻ എന്റെ 2 കൈകൾ കൊണ്ട് തീർക്കും. പിന്നെ വേറൊരു കാര്യം, അവൾക്ക് വേണ്ടി പരാതി തരാനും അവളുടെ ബന്ധുക്കളും കുടുംബക്കാരും ആരും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ അവളെ കൊന്ന് കുഴിച്ചുകൂടിയാലും ആരും അറിയാൻ പോണില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് അവള് വന്നിട്ട് ഭീഷണിയാവാണെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ചെയ്യണം കിരണേട്ട എന്ന് പറയാണ്. തീർച്ചയായിട്ടും കല്യാണി, ഞാനും അങ്ങനെ തന്നെയാ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് കിരണും പറയണ്ട. ആ സമയത്ത് സ്റ്റെഫി ആണെന്നുണ്ടെങ്കിൽ ഗുണ്ടകളെല്ലാം പുറത്ത് നിൽക്കാട്ടോ. സ്റ്റെഫി ഞാൻ ഒറ്റക്ക് പോകാന്ന് പറഞ്ഞിട്ടാണ് കിരണിന്റെ വീടിന്റെ മതില് ചാടിക്കിടന്ന് ഈ ഒരു ആ കിച്ചന്റെ സൈഡിൽ പോയി നിൽക്കുകയാണ്. എന്നിട്ട് കയ്യിൽ ഒരു വലിയൊരു കത്തി കേട്ടോ. ആ കത്തി വെച്ചിട്ട് ഗംഗപ്രസാദ് ലോക്ക് അഴിക്കണത്, അതായത് അടച്ചിട്ട പൂട്ട് തുറക്കണത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ആ പൂട്ട് കുത്തി തുറക്കാണ്. എന്നിട്ട് അകത്തേക്ക് കയറണം. അപ്പൊ കിരണും കല്യാണും കൂടി സംസാരിച്ച് കിടക്കാൻ പോണ സമയത്താണ് സ്റ്റെഫി അകത്തേക്ക് കയറുന്നത്. അപ്പൊ നേരെ പോണ അവരുടെ ബെഡ്റൂമിലേക്ക് തന്നെയാട്ടോ. അവിടെ കിരണും കല്യാണം ഉണ്ട്, പക്ഷെ വേറെ ആരും തന്നെ ഇല്ലെന്ന് സ്റ്റെഫിക്ക് മനസ്സിലാവാണ്. ഇത് തന്നെ പറ്റിയ അവസരം, ആ കിരണിനെയും കല്യാണി ആരെങ്കിലും 3 ആളെ കൊന്നിട്ട് മരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, പോയിട്ട് മരണത്തിലൂടെ ആണെങ്കിലും എന്റെ ഗംഗയുടെ കൂടെ എനിക്ക് ഒന്നാകാലോ എന്നൊരു വിചാരം മാത്രമേ സ്റ്റെഫിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ സ്റ്റെഫി നാളെ കിരണിനെയും കല്യാണിനെയും കൊല്ലാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്ന ഭാഗം തന്നെയാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. എന്തായാലും സ്റ്റെഫിയുടെ മരണം ഉറപ്പിച്ചു. എന്തായാലും അടുത്ത ആഴ്ചത്തെ പ്രൊമോ നാളെ വരുമ്പോഴേക്കും ആ ഒരു ഭാഗമായിരിക്കും കാണിക്കുന്നുണ്ടാവുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.